ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായി ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട് നമ്മുടെ ബിഗ് ബോസിന് ശേഷം പിന്നെ വീഡിയോസൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒക്കേഷൻ വരുമ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അതാ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു ഒക്കേഷൻ എത്തിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമുക്ക് ബർത്ത്ഡേ വ്ളോഗ് കണ്ടാലോ. ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? പുതിയ ഡ്രസ്സ് വാങ്ങിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ വന്നിട്ടുള്ളത് സ്റ്റുഡിയോയിലാണ്. നമ്മളിപ്പോൾ നോർമലി ചേട്ടനുള്ള ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് സ്റ്റുഡിയോന്ന് തന്നെ ആയിരിക്കും. അങ്ങനെ ലാസ്റ്റ് ടൈം സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഞാൻ 2-3 ഷർട്ടും ടീഷർട്ട്സും ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട 2 ഷർട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ചേട്ടൻ ട്രയൽ ചെയ്യാൻ പോയി. ഫസ്റ്റ് വൺ ഈ ഒരു വൈറ്റ് ഷർട്ടായിരുന്നു. എനിക്ക് പൊതുവെ ചേട്ടൻ വൈറ്റ് കളർ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ടീഷർട്ട് ആണെങ്കിലും ശരി, ഷർട്ടാണെങ്കിലും ശരി. അപ്പം ഇതൊരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ ട്രയൽ ചെയ്യാൻ പോയത് ഈ ഒരു ഷർട്ടാണ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ ചേട്ടന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മറ്റേ വൈറ്റാണ്. അതാണ് ഈ പറയുന്നത്. അങ്ങനെ നമ്മൾ വൈറ്റ് മാത്രമേ ഷർട്ടിലെടുത്തുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് ടീഷർട്ട്സൊക്കെ നോക്കി. അതിൽ ചേട്ടന് ഇല്ലാത്ത കളർ എടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ഈ ഒരു ടീഷർട്ടും എടുത്തു. അതിനുശേഷം ഞാനും കുറച്ച് ട്രയൽ ചെയ്യാൻ, എന്തായാലും ഇവിടെ വരെ വന്നേല്ലേ, വാങ്ങിച്ചില്ലെങ്കിലും ജസ്റ്റ് ട്രയൽ ചെയ്യാമല്ലോ. അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്യാൻ എടുത്തു. പക്ഷേ എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാനിപ്പോൾ ഈ വെയർ ചെയ്തേക്കുന്ന ഡ്രസ്സ് ഞാൻ ഓൾറെഡി സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ എടുത്ത ഒരു ഡ്രസ്സായിരുന്നു. ഈ ഒരു മോഡൽ ഡ്രസ്സ് നോക്കിയാണ് ഞാൻ പോയത്. പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊന്നും ട്രയൽ ചെയ്തിട്ടൊരു ഭംഗിയുണ്ടായ പോലെ തോന്നിയില്ല. അങ്ങനെ ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല. അപ്പം നമ്മൾ ആ ദിവസം പോയ ടൈമിൽ അവിടെ ബിഗ് ബോസിലെ സിജോയും വൈഫും സിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഒരു ഫോട്ടോ പോയി എടുക്കട്ടെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന്. അങ്ങനെ ഫോട്ടോ ഒന്നും എടുത്തില്ല. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ ചെയ്ത് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി. പിന്നെ ബർത്ത്ഡേ ഒക്കെ അല്ലേ, നമുക്ക് കുറച്ച് ഡെക്കോർ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു സ്റ്റോറിൽ പോയി. Happy birthday dear അമ്പാടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്പാടിക്ക് ഇന്നലെ രാത്രി എന്ത് പറ്റി? എന്താ നമ്മുടെ മുഖം ഉറങ്ങാത്ത പോലെ ഇരിക്കുന്നത്? അങ്ങനെ ചേട്ടൻ്റെ ബർത്ത്ഡേ എത്തി. ബർത്ത്ഡേയുടെ തലേ ദിവസം ചേട്ടന് തീരെ വയ്യായിരുന്നു. ഭയങ്കര തലവേദനയും വൊമിറ്റിംഗ് ഒക്കെ ആയിട്ട് ആകെപ്പാട് തീരെ വയ്യാത്തൊരു ബർത്ത്ഡേ ആയിരുന്നു. മുഖമൊക്കെ ഇരിക്കുന്ന കണ്ടില്ല. ഞങ്ങൾ നൈറ്റ് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. എന്നാലും 35th ബർത്ത്ഡേ അല്ലേ, കുറച്ചെങ്കിലും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി കേക്കൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ വൈകിട്ടൊക്കെ ആയപ്പം ചേട്ടന് കുറച്ചൊരാശ്വാസം വന്ന ടൈമിൽ ഞാൻ ഈ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ക്യൂട്ടി പൈ എന്നായിരുന്നു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം സ്ഥിരം അമ്പലപ്പുഴയിൽ നിന്നാണ് കേക്ക് വാങ്ങിക്കുന്നതെങ്കിൽ ക്യൂട്ടി പൈ എന്നായിരിക്കും കേക്ക് വാങ്ങിക്കുന്നത്. ഇവിടെ പ്രീ ഓർഡർ ചെയ്താൽ, അതായത് 2 ദിവസം മുമ്പ് ഓർഡർ ചെയ്താലേ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇതുപോലൊക്കെ ആക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ തലേദിവസമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ഉള്ള കേക്ക്സ് മാത്രമേ അവർ ചെയ്തു തരത്തുള്ളൂ. നമ്മൾ ലാസ്റ്റ് ടൈം വാങ്ങിച്ചതുപോലെ തന്നെ മിൽക്കി വേ തന്നെയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ചേട്ടന് അതിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടാണ് കേക്ക് വാങ്ങിക്കാൻ പോയത്. അവിടെ ഇരിക്കുന്ന പേപ്പർ നമ്മുടെ കാത്തു ബേബി ചേട്ടന് കൊടുത്ത ഗിഫ്റ്റാണ്, കിറ്റ്കാറ്റൊക്കെ. അങ്ങനെ നമ്മൾ ഇത്രയും പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചതായിരുന്നു വീട്ടിൽ നിന്നൊക്കെ എല്ലാവരെയും വിളിക്കണം എന്ന്. പക്ഷേ ഈ ചേട്ടന് വയ്യാതെ വന്നതുകൊണ്ട് പിന്നെ വലിയ രീതിയിലൊന്നും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടെന്ന് കരുതി. ഞാനപ്പോൾ എന്തായാലും അവരെ വീഡിയോ കോൾ ചെയ്തു. അമ്മയും ചേച്ചിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ വീഡിയോ കോൾ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് കേക്കൊക്കെ കട്ട് ചെയ്തു. നമ്മൾ ക്യൂട്ടി പൈ തന്നെ നമ്മുടെ കാത്തുകുട്ടിക്കും ഒരു തലയെ വെക്കാനുള്ള ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിറ്റപ്പനും മോളൂടെ കൊച്ചച്ഛനും മോളും കൂടി കേക്ക് കട്ട് ചെയ്യാണ്. ലാസ്റ്റ് ഇയറിലെ ചേട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ ലാസ്റ്റ് ടൈം ആ ചേട്ടൻ്റെ അച്ഛൻ മരിച്ചുകൊണ്ട് നമ്മൾ കേക്കൊന്നും വാങ്ങിച്ച് അങ്ങനെ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ഒന്നും ചെയ്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തുപോയി ഫുഡ് കഴിച്ചു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ലാസ്റ്റ് ഇയറേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇയർ കുറച്ചും കൂടി കളറാക്കണം, കേക്കൊക്കെ വാങ്ങിക്കണം, എല്ലാവരെയും വിളിക്കണം എന്നൊക്കെ. പക്ഷേ ചേട്ടന് വയ്യാത്തതുകൊണ്ട് ഞാൻ അധികം ആരെയും വിളിക്കാനൊന്നും പോയില്ല. കേക്ക് ഞാൻ എന്തായാലും കട്ട് ചെയ്യുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടന് പൊതുവെ ഈ സെലിബ്രേഷനും കേക്ക് കട്ടിങ്ങിനോടൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല. കുഞ്ഞിലെ മുതൽ അവരങ്ങനെ കേക്കൊന്നും കട്ട് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് ഈ സെലിബ്രേഷനും കേക്ക് കട്ടിങ്ങും ഈ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാൻ എല്ലാ വട്ടവും പറയും ചേട്ടാ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ ചേട്ടന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും എൻ്റെ കൂടെ എല്ലാത്തിനും നിന്ന് തരും.
ഈ വട്ടം വയ്യാത്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കൂടിയുണ്ട്. ഞാൻ കരുതിയത് എല്ലാവരെയും വിളിച്ചിട്ട് വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കണം. ഫ്രൈഡ് റൈസോ ചിക്കൻ കറിയോ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ചേട്ടന് വയ്യാതായതോടുകൂടി ആ മൂടെല്ലാം അങ്ങ് പോയി. അങ്ങനെ നമ്മളെല്ലാവരും കേക്കൊക്കെ കഴിച്ചു. കാത്തു ബേബി കൊച്ചന് കേക്കൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ കരുതി പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന്. ഫുഡൊന്നും റെഡിയാക്കിയിട്ടില്ലായിരുന്നു. അപ്പം ചേട്ടൻ പൊതുവേ വെജിറ്റേറിയൻ ആണ്. പിന്നെ ചേട്ടന് വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത് എവിടെയെങ്കിലും പോകാം. പിന്നെ കാത്തു ബേബിക്ക് നേരത്തെ സ്കൂളിൽ പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ള എവിടെയെങ്കിലും പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ ആര്യാസിലാണ് പോയത് ഫുഡ് കഴിക്കാൻ. ആര്യാസ് പിന്നെ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്പേസാണ്. കാരണം നമ്മൾ സ്ഥിരം ഒരു ആര്യാസ് കസ്റ്റമേഴ്സ് ആയിരുന്നു. കാരണം അച്ഛൻ വയ്യാതായിരുന്ന ടൈമിലൊക്കെ നമ്മൾ കൂടുതലും ഇവിടെ നിന്നായിരുന്നു ഫുഡ് കഴിക്കുന്നത്. ഫുഡ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വാങ്ങിക്കുന്നതും ഇവിടെ നിന്നായിരുന്നു. അങ്ങനെ ആര്യാസിൽ നമ്മൾ ലൈറ്റായിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. തിരിച്ച് വീട്ടിൽ പോകുന്ന വഴി ഒരു പണി കിട്ടി. നമ്മൾ ഒരു വഴി കൂടെ വന്നപ്പോൾ അവിടെ ക്രോസ് അടിച്ചിട്ടിരിക്കുകയായിരുന്നു. വേറെ വഴി കൂടെ വന്നപ്പോൾ അവിടെ റോഡ് ക്ലോസ്ഡ് ആയിരുന്നു. അവിടെ എന്തോ പണിയെ നടക്കുന്നതുകൊണ്ട് റോഡ് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെയും നമ്മൾ തിരിച്ചു വന്ന് ആ ക്രോസിൻ്റെ അതുവഴി തന്നെ തിരിച്ച് വീട്ടിൽ പോയി. ചേട്ടാ എങ്ങനെയായിരുന്നു ബർത്ത്ഡേ? മാറിയോ? ഒരുപാട് വൊമിറ്റ് ചെയ്തിരുന്നു. അതിന് നല്ല ക്ഷീണമുണ്ട് കുട്ടിയുടെ മുഖത്തും കുട്ടിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്പലപ്പുഴ പോയി. മെയിനായിട്ട് ചേട്ടൻ്റെ ഗിഫ്റ്റ് നോക്കാനാണ് പോയത്. പക്ഷെ നമ്മൾ വാങ്ങിച്ചത് വേറെ കുറേ സാധനങ്ങളായിരുന്നു. നമുക്കൊരു കല്യാണം വരുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കവിടെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിന്നർ സെറ്റ് നോക്കി നമ്മുടെ അരീപ്പുറത്ത് സ്റ്റോഴ്സിൽ പോയിട്ടുണ്ടായിരുന്നു. വേറെ കുറേ ഗിഫ്റ്റൊക്കെ നമ്മൾ നോക്കി. അവസാനം നമ്മൾ യൂസ്ഫുള്ളായിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്ന് കരുതിയിട്ട് നമ്മൾ ആ ഡിന്നർ സെറ്റാണ് വാങ്ങിച്ചത്. അതിനുശേഷം എനിക്ക് കുറച്ച് ഐറ്റംസൊക്കെ നോക്കണമായിരുന്നു. എന്നിട്ട് നോക്കിയൊന്നുമില്ല, ഞാനൊരു കമ്മൽ അവിടെ നിന്ന് വാങ്ങിച്ചു. അതിനുശേഷം നമ്മൾ ട്രെൻഡ്സിലൊന്ന് പോയി. നമുക്ക് സ്റ്റുഡിയോന്ന് ചേട്ടന് ജീൻസ് കിട്ടിയിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ജീൻസ് നോക്കാമെന്ന് കരുതി നമ്മുടെ അമ്പലപ്പുഴയുള്ള ട്രെൻഡ്സിൽ പോയി. ട്രെൻഡ്സിൽ പോയിട്ട് ചേട്ടന് ജീൻസൊക്കെ നോക്കി. ചേട്ടന് സ്ലിം ഫിറ്റാണ് വേണ്ടത്. അപ്പം സ്ലിം ഫിറ്റിൻ്റെ ചേട്ടൻ്റെ സൈസൊക്കെ കുറവായിരുന്നു. പിന്നെ ഒരു ജീൻസ് കിട്ടി അവിടുന്ന്. പിന്നെ എനിക്ക് അവിടെയുള്ള കുറച്ച് ടീഷർട്ട്സൊക്കെ ഇഷ്ടപ്പെട്ടു. ചേട്ടാ നമുക്ക് ഇതും കൂടി വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എന്നെ ഓടിച്ചു. ചേട്ടനായിട്ടൊന്നും വാങ്ങിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഈ ഒരു ബ്ലാക്ക് ടീഷർട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ഇനി എപ്പോഴെങ്കിലും നമുക്കത് വാങ്ങിക്കണം. അങ്ങനെ എന്തായാലും ട്രെൻഡ്സ് വരെ വന്നേലേ, ചുമ്മാ ഒന്ന് ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്യാമെന്ന് കരുതി കുറച്ച് നേരം അവിടെ കറങ്ങിയടിച്ച് ഞാൻ നിന്നു. എനിക്കങ്ങനെ വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. എനിക്കിപ്പോൾ പൊതുവേ ഡ്രസ്സസിനോടാണ് താല്പര്യം. അങ്ങനെ കുറച്ച് ഡ്രസ്സസൊക്കെ നോക്കി, പക്ഷെ ഞാനൊന്നും എടുത്തില്ല. അങ്ങനെ നമ്മൾ ട്രെൻഡ്സിൽ നിന്ന് ഇറങ്ങി. പണ്ട് നമ്മൾ സ്ഥിരം ട്രെൻഡ്സിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പക്ഷേ അത് മാറി ഫുൾ സ്റ്റുഡിയോയിലായിട്ടായി നമ്മുടെ കോൺസെൻട്രേഷൻ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോയി. പിന്നെ ചേട്ടന് ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ ചേട്ടന് എനിക്കൊരു ഫ്രൈഡ് ചിക്കൻ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലപ്പുഴ തന്നെയുള്ള ചിക്കുബിയിൽ കയറി ഫ്രൈഡ് ചിക്കനൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു ബർത്ത്ഡേ വ്ളോഗ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.